ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒക്ടോബർ മാസത്തിൽ നമുക്ക് എന്തൊക്കെ നട്ടുപിടിപ്പിക്കാം എന്നതിനെക്കുറിച്ചുള്ളതായ ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നടാൻ പറ്റിയെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് മിനീസ് ലൈഫ് സ്റ്റൈൽ എന്ന ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് കൃഷികളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, വിത്തുകളൊക്കെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minisLifestyle.com ഒന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ എല്ലാ ടൈപ്പ് വിത്തുകളും നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കങ്ങ് തുടങ്ങാം. ഈ ഒക്ടോബർ മാസത്തിലുണ്ടല്ലോ നല്ലതുപോലെ നമുക്ക് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. കാരണം നമുക്ക് അത്യാവശ്യം മഴയും കിട്ടും, അത്യാവശ്യം വെയിലും ഒക്കെ ഉണ്ട്. തുലാവർഷമൊക്കെ പെയ്യുന്ന സമയമാണ്. നല്ല മഴയുള്ള സമയമുണ്ട്, അല്ലാത്ത സമയമുണ്ട്. അപ്പം നമുക്ക് നന്നായിട്ട് നമ്മുടെ പച്ചക്കറികളെയൊക്കെ നട്ടുപിടിപ്പിക്കാൻ പറ്റിയ ഒരു മാസമാണ് ഈ ഒക്ടോബർ നവംബർ മാസങ്ങൾ എന്ന് പറയുന്നത്. പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ ശീതകാല പച്ചക്കറികളൊക്കെ നട്ടുപിടിപ്പിക്കാൻ പറ്റിയ സമയമാണ് ഒക്ടോബർ, നവംബർ, ഡിസംബർ, ഈ മാർച്ച് വരെ നമുക്ക് നന്നായിട്ട് നട്ടുപിടിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതൊക്കെ നട്ടുപിടിപ്പിക്കുന്നതും അതെങ്ങനെയാണ് നടുന്നതെന്നും എല്ലാ കാര്യങ്ങളും നമുക്ക് പറയാം. നമുക്ക് ഓരോന്നായിട്ട് നമുക്കിനി പറഞ്ഞ് തുടങ്ങാം. ശീതകാല പച്ചക്കറികൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ക്യാബേജ്, കോളിഫ്ലവർ, ബ്രൊക്കോളി, നമ്മുടെ വയലറ്റ് ക്യാബേജ്, പിന്നെ ലെറ്റ്യൂസ് ഉണ്ട്, പിന്നെന്താണ് നമ്മുടെ ബീട്രൂട്ടുണ്ട്, ക്യാരറ്റുണ്ട്, കെയിലുണ്ട്, ഇങ്ങനെ കുറേ ഐറ്റങ്ങളുണ്ട് കേട്ടോ. അപ്പം അതെല്ലാം നമുക്ക് നട്ടുപിടിപ്പിക്കാവുന്ന സമയം. തക്കാളി, ഉള്ളി, സവാള ഇതെല്ലാം നമുക്ക് നട്ടുപിടിപ്പിക്കാവുന്ന ഒരു സമയമാണ് ഈ ഒക്ടോബർ മാസം എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ നട്ടുപിടിപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ തറയൊക്കെ നന്നായിട്ട് കിളച്ച് ഒരുക്കിയതിന് ശേഷം തടം കൊത്തി നടുകയെന്നുണ്ടെങ്കിൽ തടത്തിൽ നടാം, അതല്ല നമ്മൾ ഭാരം കോരി നടുകയെന്നുണ്ടെങ്കിൽ അങ്ങനെ നടാം. അപ്പോൾ അതിന് അടിവളമായിട്ട് നമ്മൾ ചാണകമോ കമ്പോസ്റ്റോ അതുപോലെ കോഴിവളമോ കാലിവളമോ എന്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ജൈവ രീതിയിൽ നമ്മൾ ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ മണ്ണിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാനും അതുപോലെ മണ്ണിൻ്റെ ഫലപുഷ്ടിയെ സംരക്ഷിക്കാനും ഒക്കെ നമുക്ക് ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ വ്യാവസായികമായിട്ടൊക്കെ കൃഷി ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള രീതികളൊക്കെ രാസവളങ്ങളൊക്കെ അവലംബിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് ജൈവ രീതിയിലാണ് നമ്മളിവിടെ കൃഷി ചെയ്യുന്നത്. അപ്പം അത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്കിനി ശീതകാല പച്ചക്കറികൾ എങ്ങനെയാണ് നടുന്നതെന്ന് നോക്കാം. തൈകൾ അപ്പം നമ്മുടെ നടാനുള്ള തറയെല്ലാം നല്ലതുപോലെ കിളച്ചൊരുക്കിയതിന് ശേഷം കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പം നമ്മളിപ്പം സ്ഥിരം ഇവിടെ കൃഷി ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കുമ്മായമൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് ഇപ്പം ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടൊക്കെ കൃഷി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കുമ്മായമൊക്കെ ഇട്ട് വേണം തറ കിളയ്ക്കാനായിട്ട്. അപ്പോൾ അതിനകത്ത് അത്യാവശ്യം നമ്മളതിൻ്റെ കുഴിയൊക്കെ എടുക്കുകയാണ് കേട്ടോ. കിളച്ചതിന് ശേഷം തടം പോലെയാണ് എടുക്കുന്നത്. കൊച്ചു തടം മാതിരി എടുത്തിട്ട് ഇനി അതിനകത്തോട്ട് ചാണകവും നമ്മുടെ സൂപ്പർ മീലും കൂടെ ഇട്ട് കൊത്തി ഇളക്കിയതിന് ശേഷം വേണം ഇനി തൈകൾ നടാനായിട്ട്. ഇനി നമുക്കിത് തടം എടുത്തതിന് ശേഷം ബാക്കിയുള്ളത് കാണിക്കാം. അപ്പം നമ്മുടെ കോളിഫ്ലവറും ക്യാബേജും ഒക്കെ നടാനായിട്ട് ഇവിടെ എല്ലാം തടം എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് നല്ലൊരു പിടി ചാണകം ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു ചെറിയ കൈപ്പിടി നമ്മുടെ സൂപ്പർ മീലും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇനി ഇത് നമ്മുടെ ഈ തടം നല്ലതുപോലെ ഒന്ന് അറയണം. അപ്പം 4 സൈഡും നല്ലതുപോലെ അറിഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ ചെടികളൊക്കെ നട്ടാൽ നല്ലതുപോലെ വേരോട്ടമൊക്കെ ഉണ്ടാകത്തുള്ളൂ. അവർക്ക് പോയി വളമൊക്കെ വലിച്ചെടുക്കാനൊക്കെ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഏത് പച്ചക്കറികൾ നട്ടാലും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാ സൈഡും നല്ലതുപോലെ അറിഞ്ഞ് എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പം നമ്മുടെ തടമൊക്കെ നല്ലതുപോലെ ഒന്ന് വൃത്തിയാക്കി ഒരുക്കി വെച്ചേക്കുന്നുണ്ടോ. അപ്പോൾ അതിനകത്ത് നടുക്കൊരു കൊച്ചു കുഴി എടുത്തതിന് ശേഷം ചാണകം സ്വല്പം അതിനകത്തോട്ടിട്ട് നമുക്കിനി തൈയിനെ അതിനകത്തോട്ട് വെക്കാം. അല്ല, ഒരു കൊച്ചു കുഞ്ഞിനെ തലോടുന്ന മാതിരി വേണം നമ്മൾ തൈകൾ നടാനായിട്ട്, കണ്ടോ. ഓക്കെ, ഇനി ഇത് വളരുന്നതിനനുസരിച്ച് ഈ തടത്തിനകത്ത് വളമിട്ട് കൊടുത്തിട്ട് നമ്മൾ വെട്ടിയെടുപ്പിക്കണം. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ ശീതകാല പച്ചക്കറികളൊക്കെ വിത്ത് മുതൽ വിളവ് വരെ കീടനാശിനികൾ തളിച്ചാണ് നമ്മുടെ കൈവശം വരുന്നത്. കടകളിലൊക്കെ ഇരിക്കും, നമ്മൾ അമൃതപോലെ വാങ്ങിച്ച് കഴിക്കുമല്ലോ. അപ്പോൾ ഒരു 10 എണ്ണമെങ്കിലും നമ്മുടെ വീടുകളിൽ നമ്മുടെ പറമ്പിലോ ടെറസിലോ ഒക്കെ നടുവാന്നുണ്ടെങ്കിൽ വിഷമില്ലാത്ത കോളിഫ്ലവർ, ക്യാബേജൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി ബാക്കിയുള്ള തടത്തിനകത്തെല്ലാം നമുക്ക് നടാം. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാം കുറച്ച് 2 ലൈനിൽ ക്യാബേജ് നട്ടിട്ടുണ്ട്, 2 ലൈനിൽ നമ്മുടെ കോളിഫ്ലവറും നട്ടിട്ടുണ്ട്. എല്ലാ പ്രാവശ്യവും ഞാൻ നടുന്നതാണ്. ഒരുപാട് നടാറില്ല, എങ്കിലും അത്യാവശ്യം മാത്രമേ നടാറുള്ളൂ. എന്നാൽ ഇപ്രാവശ്യം ഒരു 10-20 എണ്ണം വീതം നട്ടിട്ടുണ്ട്. അപ്പം എന്തായാലും ഇരിക്കട്ടെ എന്ന് കരുതി. അപ്പോൾ
അപ്പോൾ ഇങ്ങനെ ഞാൻ തടം എടുത്തിട്ടാണ് നട്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതിൻ്റെ മണ്ണ് ചെറുതായിട്ട് ഇളക്കിയിട്ട് കൊടുക്കും. എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ്, നമ്മൾ എന്ത് നട്ടാലും ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ മണ്ണൊന്ന് ഇളക്കി കൊടുക്കാമെന്നുണ്ടെങ്കിൽ നന്നായിട്ടത് വേരോട്ടമൊക്കെ നടന്നിട്ട് നന്നായിട്ട് വളർന്നു വരും എന്നുള്ളത്. ഇപ്പം കുറേശ്ശെ ഇതിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് നമ്മൾ എന്തെങ്കിലും ജൈവ വളങ്ങൾ കൊടുത്തിട്ട് അതിനെ കുറേശ്ശെ വെട്ടിയടിപ്പിക്കുക. എന്നിട്ട് അവസാനമൊക്കെ ആകുമ്പോഴത്തേക്ക് പൂർണ്ണമായിട്ടും ഈ തടമൊക്കെ അങ്ങോട്ട് വളം കൊടുത്ത് ഇങ്ങനെ നിറഞ്ഞ് വെട്ടിയടുപ്പിച്ച് ഇടുകയെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഹെഡ്, അതുപോലെ തന്നെ നല്ല ഹെഡെന്ന് പറഞ്ഞാൽ നല്ല ക്യാബേജും കോളിഫ്ലവറും ഒക്കെ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങോട്ട് നോക്കാമെങ്കിൽ അറിയാൻ പറ്റും ഞാൻ ഇത് ക്യാബേജും കോളിഫ്ലവറും മാത്രമല്ല നട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് നോക്കുകയെന്നുണ്ടെങ്കിൽ ഞാൻ വെണ്ടയ്ക്ക നട്ടിട്ടുണ്ട്. 10-15 മൂട് വെണ്ടയ്ക്ക നട്ടിട്ടുണ്ട്. അതിൻ്റെ മൂത്ത ചേട്ടന്മാരായിട്ട് നമ്മുടെ പഴയവരെല്ലാം അവിടെ നിൽപ്പുണ്ട്. അതിനകത്തൊക്കെ നല്ലതുപോലെ വെണ്ടയ്ക്ക പിടിച്ച് നിൽപ്പുണ്ട്. അങ്ങനെ തലമുറയായിട്ടാണ് ഞാൻ നട്ടു വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം നട്ട് കഴിഞ്ഞാൽ അത് തീരുന്നത് വരെ, അതിൻ്റെ അവസാന വിളവെടുപ്പ് എടുക്കുന്നത് വരെ നോക്കിയിരിക്കാതെ അടുത്തതിന് നമ്മൾ നടാനായിട്ട് ശ്രമിക്കണം. ഇവിടെ കുറച്ച് സാമ്പാറമര നട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ വെണ്ട നട്ടിട്ടുണ്ട്. കുറച്ച് ദിവസം ആയതേ ഉള്ളൂ നട്ടിട്ട്, ഒരു 3-4 ദിവസം ആയതേ ഉള്ളൂ നട്ടിട്ട്. അപ്പോൾ അവരെല്ലാം ഇങ്ങനെ ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ നട്ടത് കാണിച്ചാലും നിങ്ങളും നടുവല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ കാണിക്കുന്നതാണ്. ഇവിടെ കുറച്ച് തക്കാളി നട്ടിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ തക്കാളിയൊക്കെ വിളവെടുത്ത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം നമ്മുടെ വീട്ടിലെ വേസ്റ്റുകൾ മാത്രം മതി കേട്ടോ, ഒരു ഡ്രമ്മിനകത്ത് കൊണ്ടിട്ടിട്ട് അതിൻ്റെ വെള്ളം ഒഴിച്ചിട്ടേക്കുക. എന്നിട്ട് അത് കലക്കിയിട്ട് ഡൈല്യൂട്ട് ചെയ്ത് നമ്മുടെ കൃഷികളൊക്കെ കൊണ്ടൊഴിക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പം തക്കാളി നട്ടിട്ടുണ്ട്, വഴുതനങ്ങ നട്ടിട്ടുണ്ട്. കണ്ടില്ലേ, അവിടെ എല്ലാം കുറേ വഴുതന. അപ്പം ഓരോന്നും കുറേശ്ശെ ഓരോ കോളത്തിൽ ഞാൻ നട്ടിരിക്കുന്നതാണ്. അപ്പം എല്ലാം നമുക്ക് നന്നാക്കി എടുക്കണം. പല വളങ്ങൾ, അതായത് ജൈവ വളങ്ങൾ മാത്രം, കോഴിവളമുണ്ട്, പിന്നെ അതുപോലെ ചാണകമുണ്ട്, കമ്പോസ്റ്റുണ്ട്, നമ്മുടെ വേസ്റ്റുകൾ വെള്ളത്തിൽ ഇട്ടിട്ട് അഴുകിയ വെള്ളമുണ്ട്. അങ്ങനെ എന്തും നമുക്ക് വളമാക്കി കൊണ്ടുവേണം നമ്മൾ കൃഷി ചെയ്യാനായിട്ട്. നമ്മുടെ കരിയിലകൾ, അതേപോലെ തന്നെ പച്ചിലകൾ, അയ്യത്ത പുല്ലുകൾ, ഇതെല്ലാം പറിച്ചൊരു എടുത്ത് കൂട്ടിയിട്ടിരുന്നാലും നമുക്ക് അതെല്ലാം വളമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പം ദാണ്ട ഇവിടെ ഇഷ്ടംപോലെ വെണ്ടയ്ക്ക ഞാൻ കഴിഞ്ഞ ദിവസം വിളവെടുത്തതേ ഉള്ളൂ. വീണ്ടും ഇഷ്ടംപോലെ വെണ്ടയ്ക്ക പിടിച്ചു നിൽപ്പുണ്ട്. നമുക്ക് അവസാനം ഇതൊക്കെ ഒന്ന് വിളവും കൂടെ എടുക്കണം. അതുപോലെ ഈ ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിലൊക്കെ, ഇനി നമ്മുടെ ഡിസംബർ മാസം ഇപ്പം നട്ടാലേ നമുക്ക് ഡിസംബറിൽ വിളവെടുക്കാൻ പറ്റത്തുള്ളൂ, ഉള്ളത് പറയാമല്ലോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഡിസംബർ മാസം എന്ന് പറഞ്ഞാൽ നമുക്ക് ക്രിസ്ത്യൻസിനൊക്കെ ക്രിസ്മസ് നോയമ്പാണ്. പിന്നെ ശബരിമല സീസൺ ഒക്കെ വരുന്നുണ്ട്. എല്ലാവരുടെയും ഓരോ നോമ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ആ സമയത്തൊക്കെ പച്ചക്കറികൾക്കൊക്കെ നല്ല രീതിയിൽ നടന്നവർക്കാണെന്നുണ്ടെങ്കിൽ അത് വിൽക്കാനും ഒക്കെ പറ്റും. അതുകൊണ്ട് നല്ല രീതിയിൽ കൂടുതൽ കൃഷി ചെയ്യുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വരുമാന മാർഗം ആക്കി മാറ്റാനായിട്ടും സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ കുറച്ച് ചീര ഇട്ടിട്ടുണ്ട്. ചീര ഇപ്പോൾ ഒരു 5 ടൈപ്പ് ചീര നമ്മുടെ സൈറ്റിൽ വന്നിട്ടുണ്ട്. മയിൽപ്പീലി ചീര, സുന്ദരി ചീര, വ്ളാത്താങ്കര ചീരയൊക്കെ കുറേ പേരിങ്ങനെ ചോദിക്കുന്നതാണ് കേട്ടോ. വ്ളാത്താങ്കര ചീര, പിന്നെ പള്ളിച്ചാൽ സിന്ദൂര ചീര, റെഡ് ചീര, ഗ്രീൻ ചീര, ഇങ്ങനെ കുറേ ചീരകൾ വന്നിട്ടുണ്ട്. പിന്നെ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ പച്ചമുളക് നമ്മൾ തന്നെ നട്ടുപിടിപ്പിക്കുക. ദാണ്ട് കുഞ്ഞു തൈകളാണ് കേട്ടോ, എങ്കിൽ പോലും ദാണ്ട് നിറയെ പച്ചമുളകാണ്. ഇത്രച്ചേ ഉള്ളൂ, തറയെ ഇരിക്കുന്നതേ ഉള്ളൂ. എന്നിട്ട് തന്നെ എല്ലാത്തിലും ഇങ്ങനെ പച്ചമുളക് പിടിച്ച് കണ്ടോ. കുറേ ഞാൻ ഇതിനകത്തുനിന്ന് 5-6 എണ്ണം പിച്ചിയതാണ്. എന്നിട്ട് ഇത് നിൽപ്പുണ്ട്. ഇങ്ങനെ ഇവിടെ എല്ലാം നിൽക്കുന്നതിനകത്ത് പിടിച്ചു വരുന്നുണ്ട്. അപ്പം അത്യാവശ്യം വേണ്ട ഒരു 5 മുളകെങ്കിലും നമ്മൾ നടാനായിട്ട് ശ്രമിക്കുക. പച്ചക്കറി മുളകുണ്ട്, പല ടൈപ്പിലെ മുളകുകളുണ്ട് കേട്ടോ. ഏതെങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യം ഉള്ളതെങ്കിലും നടുവാന്നുണ്ടെങ്കിൽ അധികം വെയിൽ കിട്ടാത്ത ഭാഗത്തും എന്നാൽ അത്യാവശ്യം വെയിൽ കിട്ടുന്നതുമായ സ്ഥലത്ത് മുളക് നടുവാന്നുണ്ടെങ്കിൽ കുരുടുപ്പൊക്കെ നമുക്ക് മാറ്റി നല്ല രീതിയിൽ മുളക് നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. അടുത്താണ് നമ്മുടെ പയറ് കൃഷി എന്ന് പറയുന്നത്. പയറ് കൃഷി നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥ നോക്കുകയെന്നുണ്ടെങ്കിൽ എല്ലാ സമയത്തും നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ പയറെന്ന് പറയുന്നത്. അപ്പം പല ടൈപ്പിലുള്ളതായ പയർ, അത് ഏത് ടൈപ്പാണെന്നുണ്ടെങ്കിലും നമുക്ക് എല്ലാ കാലാവസ്ഥയിലും നടാം. ഇപ്പം നമ്മുടെ ഇവിടെ അർക്കമംഗള വയലറ്റ് ഉണ്ട്, ലോലയുണ്ട്, ജ്യോതികയുണ്ട്. പിന്നെ നമ്മുടെ സൈറ്റിലെന്ന് പറഞ്ഞാൽ ജ്യോതിക, ഗീതിക, പിന്നെ ഇഷ്ടം പോലെ കുറ്റിപ്പയറാന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ പയറാണ് കേട്ടോ. പയറുമണികളൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതായ കുറ്റിപ്പയറുകൾ, അങ്ങനെ പല ടൈപ്പിലുള്ളതായ പയറുകൾ നമ്മൾ നട്ടുപിടിപ്പിക്കാന്നുണ്ടെങ്കിൽ ഒരു കൊച്ചു പന്തലോ കമ്പോ ഒക്കെ കുത്തി കൊടുക്കാന്നുണ്ടെങ്കിൽ നല്ല ഇഷ്ടം പോലെ പിടിപ്പിച്ചെടുക്കാം. പിന്നെ ഇടയ്ക്ക് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ചാഴി വന്നാൽ പിന്നെ ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിന് ഫിഷ് അമിനമൊക്കെ നമുക്ക് സ്പ്രേ ചെയ്യാന്നുണ്ടെങ്കിൽ
അതിൻ്റെ സ്മെല്ല് കൊണ്ട് കുറച്ചൊക്കെ നമുക്ക് ചാഴിയൊക്കെ തുരത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ദണ്ട നോക്കിയാൽ നല്ല അടിപൊളി പയർ. കാര്യം പറയാനെങ്കിൽ പയർ കാണുമ്പം പിന്നെ എല്ലാം അങ്ങ് മറക്കും. കണ്ടോ, ഇഷ്ടംപോലെ അങ്ങ് നിൽക്കുക. നമുക്ക് കണ്ട നോക്കിക്കേ, അടിപൊളി. ഇതിൻ്റെയൊക്കെ എടുത്തോട്ട് വരുമ്പോൾ എന്തൊരു സന്തോഷമെന്നറിയാമോ. പിന്നെ ഈ കൊതുകിൻ്റെ ബാറ്റൊക്കെ കൊണ്ട് നമുക്ക് രാവിലെയും വൈകുന്നേരമൊക്കെ ഇതിൻ്റെ അടുത്തോട്ടൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ, ഒന്ന് കറക്കി നടക്കാമെന്നുണ്ടെങ്കിൽ കുറേ കൊതുകിനെയും അത് തന്നെ കായ്ച്ചകളെയൊക്കെ നമുക്ക് തുരത്താനായിട്ട് സാധിക്കും. ഇവിടെയൊക്കെ അങ്ങ് നിൽക്കുക കേട്ടോ. അടിപൊളി പയർ, നല്ല ബ്രൗൺ, നല്ല ചുമന്ന കളറിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, കാണാൻ എന്ത് ഭംഗിയാണ്. ഇവിടെ എല്ലാം നിൽപ്പുണ്ട്, നോക്കിക്കേ. അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ പയർ നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അർക്കമംഗളം ഇത് വയലറ്റാണ്, അർക്കമംഗളം ഗ്രീനുണ്ട്. അപ്പം നമ്മുടെ കയ്യിൽ ഇപ്പം ഗ്രീൻ മാത്രമേ ഉള്ളൂ കേട്ടോ. വയലറ്റ് ഇത് കാണിച്ചപ്പോൾ ഉടനെ എല്ലാം തീർന്നു. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. വരുവാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സൈറ്റിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഏതെങ്കിലും ഒരു 5-6 ടൈപ്പ് പയറെങ്കിലും നമ്മൾ നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കുന്നതിനോടൊപ്പം തന്നെ കുറച്ച് കറികൾക്ക് വേണ്ടിയിട്ടുള്ള പയറും കൂടെ നമുക്ക് വിളവെടുക്കാം. ഉണ്ടോ, എല്ലാം ഒന്നും പിച്ചണ്ട, അത്യാവശ്യത്തിന് വേണ്ടി എടുക്കുന്നതേ ഉള്ളൂ. കാരണം നമ്മുടെ മുറ്റത്ത് നിൽക്കുന്നത് നമുക്കിപ്പം പറിച്ചു കൊണ്ട് വെക്കേണ്ട കാര്യമല്ലല്ലോ. എന്നാലും മുറ്റുന്നതിന് മുമ്പേ നമ്മളിതൊക്കെ പറിക്കണം, അങ്ങനെയുണ്ട്. ഇങ്ങോട്ട് താണ്ട് ഇങ്ങോട്ട് കണ്ടല്ലോ, ഇവിടെ എല്ലാം വള്ളി കെട്ടിക്കൊടുത്തതിനനുസരിച്ച് ഇതെല്ലാം ഇത് ഇതാണ് വൈജയന്തി പയർ. മുറ്റി ഇങ്ങോട്ടൊക്കെ നിൽക്കുന്ന കുറേയൊക്കെ മുറ്റിയിട്ടുണ്ട്. ഇതുണ്ടോ, ഇവിടെയൊക്കെ നല്ല കൂട്ടത്തോടാണ് നിൽക്കുന്നത്. കണ്ടോ, മതി, ഒരു തോരന് ഉള്ളത് മാത്രമേ വെച്ചെന്നുള്ളൂ. ഇനി കുറച്ച് വെണ്ടയ്ക്കയും കൂടെ നമുക്ക് വിളവെടുക്കാം. അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ വിളവെടുത്തതായി കുറ്റിപ്പയർ. എന്നിട്ട് എന്താണ്ട് ഇഷ്ടംപോലെ ഉണ്ട്. അത് കുറേ അങ്ങ് പിടിക്കും, ഒരു കൊലയിൽ തന്നെ അങ്ങ് കുറേ പിടിക്കുന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇതിന് പന്തലൊന്നും ഇല്ലെങ്കിൽ തറയിൽ തന്നെ കിടന്നങ്ങ് പിടിച്ചോളും അങ്ങ്. നല്ല ടേസ്റ്റായിട്ടോ ഇത് ഈ കുറ്റിപ്പയർ തോരൻ വയ്ക്കാൻ. ഇതെല്ലാം പിച്ചെടുക്കാം. ഇത് വേറൊരു പയറാണ്, ജ്യോതിക. ഉണ്ടല്ലോ, ഇതിനേക്കാൾ നല്ല നീളം വെക്കുന്ന കേട്ടോ. അത് പന്തലൊന്നും കെട്ടിക്കൊടുത്തില്ല, ഈ ഒരു കമ്പിയിൽ തന്നെ അങ്ങ് നിർത്തിയിരുന്നതാണ്. പോകുന്ന വഴിയിൽ കുറച്ച് വെണ്ടയ്ക്ക നിൽപ്പുണ്ട്. അപ്പോൾ അതും കൂടെ അങ്ങ് എടുക്കാം, നിന്നാലേ അതങ്ങ് മുറ്റിപ്പോവും. കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തതാണ്. ഇഷ്ടം പോലെ നിൽക്കുന്നത്. 2 ദിവസം കൂടുമ്പം ഇങ്ങോട്ട് അതിൻ്റെ അടുത്തുകൂടെ ഒന്ന് കറങ്ങിയാൽ മതി, നമുക്ക് കൈ നിറയെ വെണ്ടയ്ക്ക കിട്ടിക്കോളും. നല്ല ഫ്രഷായിട്ട് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് തോരനൊക്കെ വെക്കുമ്പോൾ ഉണ്ടല്ലോ, കഴിച്ചാൽ മതി വരത്തില്ല. ഇത് വേറൊരു വെണ്ടയാണ്, ഇത് വർഷ വെണ്ട എന്ന് പറയുന്നത്. കണ്ടോ, ഇത് വർഷ, ഇത് ആനക്കൊമ്പൻ വെണ്ട. നമ്മുടെ അർക്ക അനാമിക വെണ്ട. പിന്നെ ബാക്കിയുള്ളത് അവിടെ നിൽക്കട്ടെ, ഇനി അടുത്ത ദിവസം നമുക്ക് പറിക്കാം. നമ്മുടെ തക്കാളിയുടെ വിളവെടുപ്പൊക്കെ കഴിയാറായി. കണ്ടത് അവസാനത്തെയാണ്. ഇത് ജൂൺ മാസത്തിൽ നമ്മൾ നട്ടയായിരുന്നു. ജൂൺ മാസത്തിലെ മഴയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതിനെയൊക്കെ അതിജീവിച്ചാണ് നമ്മൾ ഇഷ്ടം പോലെ തക്കാളി വിളവെടുത്തത്. അപ്പോൾ അത് അവസാനം പിടിച്ചേക്കുന്നതാണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ പച്ചയ്ക്ക് വെച്ച് നമുക്ക് തോരനൊക്കെ വയ്ക്കാൻ നല്ലതാണ് കേട്ടോ. സാധാരണ തോരൻ വയ്ക്കുന്നത് പോലെ വയ്ക്കാം. അപ്പം ഞാൻ അടുത്ത തലമുറ തക്കാളിയൊക്കെ നട്ട് കഴിഞ്ഞു. അതുപോലെ തന്നെ പടർന്ന് കയറിപ്പോകുന്നതായ പാവൽ, പീച്ചിൽ, പടവലം, ചുരയ്ക്ക, മത്തന്, കുമ്പളം, നമ്മുടെ കുക്കുംബർ, ഇതെല്ലാം നമുക്ക് നടാൻ പറ്റിയ സമയമാണ്. കൂടാതെ വഴുതന നമുക്ക് നടാം. എല്ലാ പച്ചക്കറികളും നമുക്ക് നടാൻ പറ്റിയ ഒരു കാലാവസ്ഥയാണ് ഒക്ടോബർ മാസം എന്ന് പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങുക. നമുക്കൊരു ഹരിത വിപ്ലവം തന്നെ ഒക്ടോബർ മാസത്തിൽ നമുക്ക് സൃഷ്ടിക്കണം. കാരണം എല്ലാ വീട്ടിലും പച്ചക്കറികൾ സ്വന്തമായിട്ട് ചെയ്തുണ്ടാക്കണം. നമ്മുടെ ആരോഗ്യം നമ്മൾ തന്നെ സംരക്ഷിച്ചെങ്കിൽ മാത്രമേ മതിയാവുകയുള്ളൂ. ഇവിടെ കുറച്ച് റെയിൻബോ ചോളം കൂടെ നട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കായൊക്കെ
വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചിലർക്കൊക്കെ ആദ്യമായിട്ടൊക്കെ നട്ടവർക്ക് എങ്ങനെ എവിടെയാണ് ഈ കാ പിടിക്കുന്നതെന്ന് ചിലപ്പോൾ അറിയത്തില്ല. അതുകൊണ്ട് ഇതിനകത്ത് ഇങ്ങനെ പൂ പോലെ വരും കേട്ടോ. ചിലർ വിചാരിക്കും ഇവിടെ ഇങ്ങനെയാണ് കായ ഉണ്ടാവുന്നതെന്നാണ്. പക്ഷേങ്കിലല്ല, ഈ ഇലയുടെ ഇടയ്ക്കൂടെ കണ്ടില്ലേ, ഇങ്ങനെയാണ് നമുക്ക് ചോളം ഉണ്ടാകുന്നത്. ഇപ്പം നല്ല മുടി പോലെ ഇങ്ങനെ ഒരു സംഭവമൊക്കെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയാണ് കായ ഉണ്ടാകുന്നത്. ഇതിപ്പം റെയിൻബോ ചോളം കുറേ ഒരു 10-15 ഇവിടെ നട്ടിട്ടുണ്ട്. റെയിൻബോ ചോളം നടാൻ പറ്റിയ ഒരു കാലാവസ്ഥയാണ് ഒക്ടോബർ മാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പച്ചക്കറികളൊക്കെ നമ്മൾ നടണം. അപ്പം കൂടാതെ തന്നെ നമ്മുടെ അമരവർഗ്ഗത്തിൽപ്പെട്ട എല്ലാം നമുക്ക് നടാൻ പറ്റിയ സമയമാണ്. ഇപ്പം നിത്യവഴുതിനെയൊക്കെ ഇതുവരെ കാ പിടിക്കുന്നില്ല എന്ന് പറഞ്ഞവർക്കൊക്കെ വെട്ടിക്കളയാതെ നിർത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് കാ പിടിക്കാനുള്ള സമയമാണ് ഇപ്പോൾ. ഇഷ്ടംപോലെ കാ പിടിക്കുന്നുണ്ട്. അതുപോലെ ചതുരപ്പയർ ഒക്കെ നട്ടുപിടിപ്പിക്കാൻ പറ്റിയ സമയമാണ്. അമരവർഗ്ഗത്തിൽപ്പെട്ട എന്തും, അതുപോലെ കുറ്റി വാളരി, പന്തൽ വാളരി, കുറ്റി അമര, കുറ്റി ബീൻസ്, പന്തൽ അമര, പന്തൽ ബീൻസ്, ഇങ്ങനെയുള്ളതായ എല്ലാ ഐറ്റങ്ങളും നട്ടുപിടിപ്പിക്കാൻ പറ്റിയ സമയമാണ് ഇപ്പോൾ. അപ്പോൾ എല്ലാവരും എന്തെങ്കിലുമൊക്കെ പച്ചക്കറികൾ നട്ടുപിടിപ്പിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ മാസവും ഇതേപോലെ എപ്പം വന്നാലും നമ്മുടെ പറമ്പിലോട്ട് വന്നാലും നമുക്ക് കൈ നിറയെ സാധനങ്ങൾ കിട്ടും. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയപ്പോൾ നമ്മുടെ അടുത്ത് ഒരു തേങ്ങയും കൂടെ കിടപ്പുണ്ട്. അപ്പം ഇനി കറി വെക്കാനായിട്ട് തേങ്ങയ്ക്ക് വിഷമിക്കേണ്ടെന്ന് കരുതി തെങ്ങും കൂടെ നമുക്ക് സന്തോഷം തന്നിരിക്കുകയാണ്. അപ്പോൾ ആ തേങ്ങയും കൂടെ എടുത്ത് നമുക്ക് മുറത്തിനകത്തോട്ട് വയ്ക്കാം. അപ്പം നമുക്ക് ഒരു തേങ്ങയും കൂടെ വീണ് കിടക്കുന്നത് കണ്ടോ. അപ്പോൾ അതും കൂടെ നമുക്ക് മുറത്തിനകത്തോട്ട് അങ്ങ് വെച്ചുകൊണ്ട് നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പം നിങ്ങൾക്കും ഇതേപോലെ കൃഷിയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം കാണുമായിരിക്കും. അപ്പം വിത്തുകളൊക്കെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minis-lifestyle.com നിന്ന് വിസിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് വിത്തുകളൊക്കെ വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിക്കാൻ അറിയാത്തവർക്ക് നമ്മൾ സ്ക്രീനിലൊരു നമ്പർ, നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം. അപ്പോൾ അതിനകത്ത് മെസ്സേജ് ഇടാന്നുണ്ടെങ്കിൽ വിളിക്കേണ്ട, മെസ്സേജ് ഇട്ടാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് മേടിക്കാം. ഇപ്പം നന്നായിട്ട് മേടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധനമൊക്കെ കണ്ട് മേടിക്കണമെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റിൽ കയറി നോക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒക്ടോബർ മാസത്തിലെ കൃഷികളെല്ലാവരും ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുകൊണ്ട് ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.